ചെറുപ്രായത്തിൽ തന്നെ മുടി കൊഴിയുന്നതും അല്ലെങ്കിൽ മുടിയിൽ നര വരുന്നതായാലും താരൻ പ്രശ്നങ്ങളായാലും അങ്ങനെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മുടെ മുടിയെ ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്നുള്ളത്. മുടിയാവുമ്പോൾ അതിൻ്റെ സ്റ്റേജ് എത്തുമ്പോൾ മുടി കൊഴിയും, സാധാരണയാണ്. പക്ഷേ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അമിതമായിട്ട് മുടി കൊഴിഞ്ഞു പോകുമ്പോഴും അത് നമ്മുടെ കോൺഫിഡൻസിനെയും അതുപോലെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കാറുണ്ടല്ലേ. ബേബി ഹെയർസ് വളരാൻ സഹായിക്കുന്നതും മുടി നല്ല ഭംഗിയോടെ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ കരുത്തോടെ വളരാൻ പറ്റുന്നതും മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഞാനിവിടെ പറയാം, കണ്ടു നോക്കാം. ഇന്നത്തെ ഹെയർ പാക്കിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട് പീസിനാണ് കേട്ടോ, അല്ലെങ്കിൽ ആൽമണ്ട് ഗം എന്ന് പറയും. ഇത് സെക്ഷൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും എനർജി ലെവൽ കൂട്ടാനും അതുപോലെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായാലും ബോണിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായാലും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായാലും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് PCOD പേഷ്യൻസിന് അങ്ങനെ എല്ലാവർക്കും ഉപകാരമാണ്. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് ഫേസിലേക്കും അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ നീളവും കട്ടിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് അല്പം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ല ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഫോമിൽ പൊങ്ങി വരും. അതിനുശേഷം ഒരു പിടി ഫ്ലാക്സ് സീഡും കൂടെ ഇതുപോലെ തിളപ്പിച്ച് അരിച്ചെടുത്ത് തണുത്തത് മാറ്റി വയ്ക്കാം. അതുപോലെ നെക്സ്റ്റ് 3 ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിതിന് എടുക്കുന്നത്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേരയാണ്. അപ്പം പെട്ടെന്ന് നീരിറക്കം വരും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഉപയോഗിക്കാത്തതാണ് കേട്ടോ നല്ലത്. കാരണം നല്ല തണുപ്പുള്ളതും അതുപോലെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ ഒക്കെ തന്നെ മുടിയിൽ കുറച്ച് സമയം വെള്ളത്തിൽ കഴുകാനൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളുള്ളവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ അതല്ലാത്തവർക്ക് ഏറ്റവും നല്ല റിസൾട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യൂബായിട്ട് കുറച്ച് അലോവേര പൾപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒരൊറ്റ ജാറിലിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി തിക്കായി പോകാനും പാടില്ല. അപ്പോൾ മുടിയിൽ നിന്ന് നമുക്ക് കഴുകി കളയാൻ ബുദ്ധിമുട്ടാവും. ഒത്തിരി ലൂസാവുകയും വേണ്ട, ഈ ഒരു പാകത്തിലെടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ലൂസാക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് നമുക്ക് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ ഷാഫ്റ്റിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാം, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു സൂത്രവും കൂടെയുണ്ട്. ഹെയർ പാക്കല്ല, നിങ്ങൾക്കൊരു ഷാമ്പു രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണോ അതല്പം മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ സിൽക്കി ആയിട്ട് മുടി കിടക്കുന്നതും കാണാം. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം, പക്ഷേ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇത് ഫേസിലേക്കാണെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ ലൈൻസ്